ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ന്യൂ ലെക്ചർ. നമ്മളിപ്പോൾ നോക്കുന്നത് ME402 ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 2 S8 മെക്കാനിക്കലിലെ DME2 സബ്ജക്റ്റിലെ റിവിഷൻ ലെക്ചേഴ്സാണ്. നമുക്കപ്പം ഇന്ന് നമ്മൾ മൊഡ്യൂൾ 5 ആണ് ഇപ്പോൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിൽ വി ബെൽറ്റിൻ്റെ ഒരു പ്രോബ്ലം എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ മേ ബി ആസ്ക് ലൈക്ക് ദിസ്: select a suitable V-belt to transmit 15 kW to a compressor. The motor speed is 1200 rpm and compressor pulley runs at 400 rpm. സോ അപ്പോൾ ഗിവൺ ഡേറ്റ ഉണ്ട്, പവർ തന്നിട്ടുണ്ട്, പിന്നെ മോട്ടോർ സ്പീഡ്, ഡ്രൈവർ മെമ്പറിൻ്റെയും ഡ്രിവൺ മെമ്പറിൻ്റെയും സ്പീഡ് തന്നിട്ടുണ്ട്. സോ നമ്മളടുത്ത സൊല്യൂഷനിലേക്ക് കടക്കുകയാണ്. സ്റ്റെപ്പ് 1 എന്ന് പറയുമ്പം വെലോസിറ്റി റേഷ്യോ, അത് നമുക്ക് ഡ്രൈവർ മെമ്പറിൻ്റെയും ഡ്രിവൺ മെമ്പറിൻ്റെയും സ്പീഡ് തന്നിട്ടുണ്ട് ഇല്ലേ. സോ അതിൻ്റെ റേഷ്യോ എടുത്താൽ മതി, വെലോസിറ്റി റേഷ്യോ കിട്ടും. അതായത് സ്മോൾ പുള്ളി ബൈ ലാർജ് പുള്ളി, ഡ്രൈവർ പുള്ളി ആയിരിക്കും സ്മോളും ഡ്രിവൺ പുള്ളി ആയിരിക്കും ലാർജ്. ഓക്കെ, അപ്പോൾ NS/NL ചെയ്ത് കഴിയുമ്പോൾ വെലോസിറ്റി റേഷ്യോ ആയി. സോ നമ്മുടെ ഫ്ലാറ്റ് ബെൽറ്റ് ചെയ്ത പോലെ തന്നെയാണ് ആദ്യത്തെ കണ്ടീഷനല്ല, സ്റ്റെപ്പ് 1 അല്ല. അതായത് പ്രിലിമിനറി കണ്ടീഷൻ കൊടുക്കുന്നു, പുള്ളി കാസ്റ്റ് അയൺ കൊണ്ട് മേഡ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നു, അതിൻ്റെ സർവീസ് ഫാക്ടർ 1.2, ഡിസൈൻ പവർ PD, P × KS കണ്ടുപിടിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് 2 ഡേറ്റ ബുക്ക് പേജ് 314 ടേബിൾ 14.14 റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസൈൻ പവർ അനുസരിച്ച് അവിടെ ഏത് ടൈപ്പ് ബെൽറ്റാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാവും. ഈ വി ബെൽറ്റിന് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പും കൂടി എക്സ്ട്രാ ഉണ്ട്, ഫ്ലാറ്റ് ബെൽറ്റിന് ഇങ്ങനെ ഒരു സ്റ്റെപ്പില്ല. അതായത് ഈ ഡിസൈൻ പവർ അനുസരിച്ച് നമുക്ക് ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൽ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളുണ്ട് ഇല്ലേ. അതായത് ഫോർ ഈ ഡിസൈൻ പവറിൻ്റെ കാറ്റഗറി അനുസരിച്ച് നമുക്ക് അതിൽ C ബെൽറ്റ് ആണോ, B ബെൽറ്റ് ആണോ, D ബെൽറ്റ് ആണോ, അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ അവിടെ നിന്ന് തന്നെ നോമിനൽ ടോപ്പ് വിഡ്ത്തും നോമിനൽ തിക്നെസ്സും മാക്സിമം വെലോസിറ്റിയും എഴുതാൻ പറ്റും. ഇതെല്ലാം നമുക്ക് പിന്നീടുള്ള സ്റ്റെപ്പിൽ ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. അടുത്ത സ്റ്റെപ്പ് 3 പിച്ച് ഡയമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളി. ഇത് നമ്മൾ ആ ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ അതുപോലത്തെ സെയിം ഇക്വേഷൻ ആണ്. D = 630 × ക്യൂബ് റൂട്ട് ഓഫ് ഡിസൈൻ പവർ ബൈ ഒമേഗ മാക്സ്. ഇത് ഡേറ്റ ബുക്ക് പേജ് 326 ടേബിൾ 14.22 റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയമീറ്ററിൻ്റെ സ്റ്റാൻഡേർഡ് വില എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് 400 mm. അടുത്ത സ്റ്റെപ്പ് 4 പിച്ച് ഡയമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളിയുടെ പിച്ച് ഡയമീറ്റർ കണ്ടുപിടിക്കും. അതിന് D = 1 - E × സ്മോൾ d × I. ഡേറ്റ ബുക്ക് പേജ് 292 ഇക്വേഷൻ ഉണ്ട്. വി ബെൽറ്റിന് ആ എപ്സിലോണിൻ്റെ വില 0 ആയിരിക്കും. സോ അതുകൊണ്ട് ക്യാപിറ്റൽ D = സ്മോൾ d × വെലോസിറ്റി റേഷ്യോ, അത് മാത്രമേ വരത്തുള്ളൂ. പിന്നെ നമ്മൾ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. അതിന് ഡേറ്റ ബുക്ക് പേജ് 327 ടേബിൾ 14.22 റെഫർ ചെയ്താൽ മതി. ശേഷം ബെൽറ്റ് സ്പീഡ് V = πdn/60, ദാറ്റ് ഈസ് 25.13 m/s. നമ്മൾ നേരത്തെ ഈ ഡിസൈൻ പവർ അനുസരിച്ച് ടേബിളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എഴുതി, അതിൻ്റെ കൂട്ടത്തിൽ മാക്സിമം വെലോസിറ്റി എഴുതിയിരുന്നു 25 m/s. ഇവിടെ അത് 25.13 m/s. അതാണ് ഇവിടെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു Vmax ഇൻ സ്റ്റെപ്പ് 2 എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് 1.5 × ക്യാപിറ്റൽ D + സ്മോൾ d. അടുത്തത് ലെങ്ത്, ബെൽറ്റിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ. ഇവിടെ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്നോ ക്രോസ് ബെൽറ്റ് ഡ്രൈവ് എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ഈ ഒരു ഇക്വേഷനേ ഉള്ളൂ. അത് ഡേറ്റ ബുക്ക് പേജ് 295 ഇക്വേഷൻ 14.15 B. അത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് ഓഫ് ബെൽറ്റ് കിട്ടും. ശേഷം നമ്മൾ ഡേറ്റ ബുക്ക് പേജ് 315 ടേബിൾ 14.17 നോക്കിക്കഴിഞ്ഞാൽ ഈ വിലയെ നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നോമിനൽ ഇൻസൈഡ് ലെങ്തും ആ ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാം. ഈ സ്റ്റാൻഡേർഡ് ലെങ്തിന് തൊട്ടിപ്പുറത്തായിട്ട് തന്നെ അതിൻ്റെ നോമിനൽ ഇൻസൈഡ് ലെങ്ത് ഉണ്ട് 7569. ഇത് നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിൽ ആവശ്യമുള്ളൊരു സ്റ്റെപ്പാണ്. ഓക്കെ, ഈ വില നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിൽ ആവശ്യം വരും. അടുത്തത് സ്റ്റെപ്പ് 8 ആണ്. 8 കഴിഞ്ഞു. സ്റ്റെപ്പ് 8 എക്സാക്ട് സെൻറ്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. C = ക്യാപിറ്റൽ A + റൂട്ട് ഓഫ് A² - P. A എന്ന് പറഞ്ഞാൽ L/4 - π × ക്യാപിറ്റൽ D + സ്മോൾ d / 8. ഓക്കെ, അടുത്ത B എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ D - സ്മോൾ d / 8 ² ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാക്ട് സെൻറ്റർ ഡിസ്റ്റൻസ് കിട്ടും.
അടുത്ത ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് ഡ്രൈവർ പുള്ളി തീറ്റ എസ്. നമ്മളിത് ഫ്ലാറ്റ് ബെൽറ്റും ചെയ്തതാണ്, പക്ഷെ അവിടെ തീറ്റ എസും തീറ്റ എല്ലും നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ തീറ്റ എസ് മാത്രം മതി. ഓക്കെ. അടുത്ത സ്റ്റെപ്പ് 10, നമ്പർ ഓഫ് ബെൽസ് റിക്വയർഡ്, ദാറ്റ് ഈസ് n dash is equal to PKS divided by KW into KL into KA. ഇത് ഡേറ്റാ ബുക്ക് പേജ് 295 ഇക്വേഷൻ ആണ്. ഇതിൽ KWന്റെ വില, അതായത് നമ്മൾ ആദ്യം ബെൽറ്റ് ഡിസൈൻ പവർ അനുസരിച്ച് ഏത് ടൈപ്പ് സി ബെൽറ്റ് ആണെന്ന് വി ബെൽറ്റ് ആണെന്ന് നമ്മൾ സെലക്ട് ചെയ്തായിരുന്നു. സി ടൈപ്പ് ആണെന്ന്. സോ ആ സി ടൈപ്പ് ബെൽറ്റിന് അവിടെ KWന്റെ ഇക്വേഷൻ കിടപ്പുണ്ട്. ഓക്കെ, ഈ ഡേറ്റാ ബുക്കിൽ അത് നോക്കിയാൽ മതി. അതാണ് 2.01 ഇൻറ്റു വി ദ ഹോൾ റൈസ് ടു മൈനസ് 0.09 മൈനസ് 194.8 ഡിവൈഡ് ബൈ DE മൈനസ് 3.18 ഇൻറ്റു 10 പവർ മൈനസ് 4 ഇൻറ്റു വി സ്ക്വയർ ദ ഹോൾ ഇൻറ്റു 0.7355 ഇൻറ്റു വി. ഇക്വലന്റ് പിച്ച് ഡയമീറ്റർ ആണ് ഈ DE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഡയമീറ്റർ ഇൻറ്റു KD. KD എന്ന് പറഞ്ഞാൽ 1.14 ആണ്. ഡേറ്റാ ബുക്ക് പേജ് 314 ടേബിൾ 14.15 റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് KDയുടെ വില കിട്ടും. അങ്ങനെ നമുക്ക് ഈക്വലന്റ് പിച്ച് ഡയമീറ്റർ കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളായി. ഓക്കെ, അതിൻ്റെ ബാക്കിയാണ് ഇനി. അങ്ങനെ ആ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ KWന്റെ വില കിട്ടും. ഇനി റെഫർ ഡേറ്റാ ബുക്ക് പേജ് 319 ടേബിൾ 14.18 സി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. വെലോസിറ്റി V 25 മീറ്റർ പെർ സെക്കൻഡും DE 300 മില്ലിമീറ്ററുമാണ്. വി ഗെറ്റ് റേറ്റിംഗ് ആസ് 11.99 കിലോ വാട്ട്. ഓക്കെ. അടുത്തത് ഡേറ്റാ ബുക്ക് പേജ് 321 ടേബിൾ 14.20 റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നോമിനൽ ഇൻസൈഡ് ലെങ്തിന് ആൻഡ് ബെൽറ്റ് സിക്കുമായിട്ട് നമുക്ക് KLന്റെ വില കിട്ടും. പിന്നെ ഡേറ്റാ ബുക്ക് പേജ് 325 ടേബിൾ 14.21 തീറ്റ എസ് ഈസിക്കൽ 160 ഡിഗ്രിയും വി ബെൽറ്റിനും KA ഈസിക്കൽ 0.195 നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ബെൽറ്റ് കണ്ടുപിടിക്കാം. 1.36 കിട്ടും. അത് വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 ബെൽറ്റ്സ്. അടുത്താണ് ബെൽറ്റ് സ്പെസിഫിക്കേഷൻ. ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഒരു സ്റ്റെപ്പ് 7 പറഞ്ഞിരുന്നു. ലെങ്ത് ഓഫ് ബെൽറ്റ് വെച്ച് നമ്മൾ നോമിനൽ ഇൻസൈഡ് ലെങ്ത് എഴുതുന്നത് എന്തിനാണെന്ന്. അത് അവസാനം ബെൽറ്റ് സ്പെസിഫിക്കേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. ആ നോമിനൽ ഇൻസൈഡ് ലെങ്ത് നമ്മൾ ബ്രാക്കറ്റിലാക്കി എഴുതി കഴിഞ്ഞാൽ ഈ ഡിസൈൻ പ്രൊസീജിയർ പൂർത്തിയാവുള്ളൂ. അതായത് C7569 എന്ന ബെൽറ്റ് എന്ന വി ടൈപ്പ് ബെൽറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ C7569 നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന ഒരാളാണ് പെട്ടെന്ന് മനസ്സിലാവും ഇത് വി ബെൽറ്റ് ആണ്, സി ടൈപ്പ്, നോമിനൽ ഇൻസൈഡ് ലെങ്ത് 7569 ഉള്ള ബെൽറ്റാണ് ഉപയോഗിക്കേണ്ടതെന്ന്. സോ ഇതാണ് നമ്മുടെ ആൻസർ. ഇൻ കേസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും വേറെ രീതിയിൽ ഇതുപോലൊരു സൂട്ടബിൾ ബെൽറ്റ് സെലക്ട് ചെയ്യുക എന്നൊക്കെ പറയുവാണെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി. ഓക്കെ, ഒരു ഇൻഡസ്ട്രിയൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബെൽറ്റ് ആവശ്യമുണ്ട് എങ്കിൽ ആ ബെൽറ്റിനെ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ വരുമ്പോഴും ഇതുപോലെ ചെയ്താൽ മതി. അല്ലാതെ ഡയറക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഡിസൈനെ വി ബെൽറ്റ് 4 എന്ന് പറഞ്ഞില്ലെങ്കിലും അങ്ങനെ നിങ്ങൾ അത് തന്നെ ചിന്തിച്ച് മനസ്സിലാക്കി എഴുതേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ പാഠഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു ഫോർ വാച്ചിങ്.